34 വാർഡുകളിലെ ആയിട്ട് 2500-ലധികം രജിസ്ട്രേഷനുകൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ മുതൽ അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വിജ്ഞാന തൊഴിൽ സൃഷ്ടിക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിജ്ഞാന കേരളം, പെരിന്തൽമണ്ണ നഗരസഭ ആരംഭിച്ച സേഫ് പദ്ധതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജോബ് എക്സ്പോയുടെ 2ാം ഘട്ടം സെപ്റ്റംബർ 1-ന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി, പെരിന്തൽമണ്ണ നഗരസഭയുടെ സേഫ് പദ്ധതി, കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് 1000 പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ 1-ന് പെരിന്തൽമണ്ണയിൽ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണയിലെയും നഗരസഭയുടെ പുറത്തുള്ളതുമായ 80ഓളം സ്ഥാപനങ്ങളാണ് ജോബ് എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. ഇതിനോടകം തന്നെ നഗരസഭയുടെ 34 വാർഡുകളിൽ നിന്നുമായി 2500ഓളം പേർ തൊഴിലിനായി ജോബ് എക്സ്പോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുമെന്നും നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ജോലിക്കാരെ ആവശ്യമുള്ളവരുണ്ട്, ജോലി ആവശ്യമുള്ളവരുണ്ട്. പക്ഷെ നേരിടുന്നൊരു പ്രശ്നം, ഈ ജോലിക്കാരെ ആവശ്യമുള്ള തൊഴിലുടമകൾ നേരിടുന്നൊരു പ്രശ്നം സ്കില്ലായിട്ടുള്ള ലേബേഴ്സിനെ, ജോലിക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്നതിനും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിനും അത് സ്കില്ല് കൊടുത്ത് കുറച്ച് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് സേഫ് എന്നുള്ളത്. വനിതകളാണ് കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 18-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് തൊഴിലിനായി രജിസ്റ്റർ ചെയ്യാവുന്നത്. നഗരസഭയിലും സംസ്ഥാനത്തിനകത്തും പുറത്തും മറ്റു രാജ്യങ്ങളിലുമായുള്ള 80ഓളം സ്ഥാപനങ്ങളാണ് ജോലിക്കാരെ ആവശ്യപ്പെട്ട് ഇതിനകം രജിസ്റ്റർ ചെയ്തത്. 1500ഓളം തൊഴിലവസരങ്ങളാണ് നിലവിൽ കണക്കാക്കിയിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വർഷം ഈ ജോബ് എക്സ്പോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ 2500ഓളം രജിസ്ട്രേഷനുകളായി. നമ്മൾ വാർഡുകളിൽ പോയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, വാർഡുകളിൽ പോയി രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. 34 വാർഡുകളിലെ ആയിട്ട് 2500-ലധികം രജിസ്ട്രേഷനുകൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ മുതൽ അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണയിൽ ഏറെ വളർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മലബാറിലെ പട്ടണമാണ് നമ്മളത്. എല്ലാവർക്കും അറിയാമല്ലോ. ഒട്ടേറെ സ്ഥാപനങ്ങൾ രാജ്യത്തും രാജ്യത്തിന് പുറത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വരെ നമ്മൾ ആ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ പെരിന്തൽമണ്ണയിൽ തന്നെ ഉള്ള ആളുകളെ ആ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആണ് ഈ സേഫ് കൊണ്ട് മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജോബ് എക്സ്പോയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവും ഡോക്ടർ തോമസ് ഐസക് നിർവഹിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലന്വേഷകർക്ക് തൊഴിലും സ്ഥാപനങ്ങൾക്ക് ജോലിക്കാരെയും ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് സ്ഥിരം സംവിധാനമായി നഗരസഭ സേഫ് പദ്ധതിയുടെ കീഴിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് താൽപര്യമുള്ള ജോലികളിൽ പരിശീലനം നൽകിയ ശേഷമാണ് ജോലിക്ക് പ്രാപ്തരാക്കുക. ഹ്രസ്വകാല ദീർഘകാല പരിശീലന പദ്ധതികൾക്കും സംവിധാനമുണ്ടാകും. ഓരോരുത്തർക്കും അടിസ്ഥാനപരമായ തൊഴിൽ മുതൽ വിദ്യാഭ്യാസ സാങ്കേതിക യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യപടിയായി 2022-ൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തിയ ജോബ് എക്സ്പോ വഴി 529 പേർക്ക് തൊഴിൽ നൽകാനായെന്നും ഇതിനകം തൊഴിലിനായി രജിസ്റ്റർ ചെയ്തവരിൽ ഡോക്ടർമാരും നഴ്സുമാരും അധ്യാപക യോഗ്യതയുള്ളവരും സാങ്കേതിക യോഗ്യതയുള്ളവരും ഉൾപ്പെടുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. കേരളത്തിൽ ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യത്തോടെയാണ് വിജ്ഞാന കേരളം പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഓണത്തിന് 1000 തൊഴിൽ എന്ന ലക്ഷ്യമാണ് പെരിന്തൽമണ്ണ നഗരസഭയും മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ ഓണത്തിന് 1 ലക്ഷം തൊഴിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടു കൂടി കൊടുക്കാൻ വേണ്ടി വിജ്ഞാന കേരളം എന്ന പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളവും കൂടി സംയുക്തമായിട്ടാണ് ഈ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി,
കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MK ശ്രീധരൻ, വിജ്ഞാന കേരളം പെരിന്തൽമണ്ണ നഗരസഭാ കോർഡിനേറ്റർ കിനാദിയിൽ സാലി തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.